ആദ്യമായിട്ട് ചൊല്ലണം നമശിവായ. ആത്മാവൊക്കെ ഉണ്ടായിട്ടുള്ള കാര്യമുള്ളൂ. നമശിവായ. നമശിവായ എന്ന് പറയുമ്പോൾ ആദിത്യ ഭഗവാനെ സൂചിപ്പിക്കുന്ന നമശിവായ ചൊല്ല. അത് കഴിഞ്ഞിട്ട് നമശിവ നാരായണ ചൊല്ല. നമുക്ക് സംരക്ഷണം വേണം. കുട്ടികളും എല്ലാവരും ഒരുമിച്ച് നാമം ചൊല്ല. ഭയങ്കര പവറായിരിക്കും അവിടെ. കൂട്ടമായിട്ട് ഭഗവാന്റെ നാമം കേൾക്കുന്ന വീടുകളിൽ ഐശ്വര്യം ഉണ്ടായിരിക്കും. അപ്പോൾ വിളക്കിനും സത്വങ്ങളൊക്കെ ഉണ്ട്. ദുർഗാദേവിയെ ഭജിച്ചാൽ ഈ കനകധാരയും ഒപ്പം ദുർഗാദേവിയെ കൂടെ ഭജിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇത് വളരെയധികം നമ്മളിലേക്ക് ധനം വരും എന്ന് കേട്ടിട്ടുണ്ട്. കനകധാര സ്തോത്രം ശങ്കരാചാര്യ ചൊല്ലിയപ്പോൾ ഒരു കടുത്ത ദാരിദ്ര്യാവസ്ഥയിൽ നിൽക്കുന്ന ആളുകൾ, അപ്പോൾ അവരുടെ ഈ മൂലാധാരത്തിലുള്ള ബ്ലോക്കാണ് ഇതിൻ്റെ പ്രധാന കാരണം. അപ്പോൾ അത് ശരിയാണ്, സത്യം, അത് ശരിയാണ്. ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മൾ എൻ്റെ കടം മാറ്റിത്തരണേ എന്ന് പ്രാർത്ഥിക്കരുത് എന്ന് പറയുന്നത്. എന്ത് പ്രാർത്ഥിക്കുന്നു അത് തഥാസ്തു എന്നാ പറയാ ഭഗവാൻ. ഒരിക്കലും ഇല്ലായ്മ പറയരുത്, കടം എന്ന് പറയരുത്. പിന്നെ കുളിച്ച് കഴിഞ്ഞ് ചൊല്ലാനുള്ള നാമങ്ങളൊക്കെ ഉണ്ട്. സൗന്ദര്യലഹരി 33-ാമത്തെ അധ്യായം 33-ാമത്തെ വരിയാണത്. ആ പൈസ കിട്ടുന്നതായിട്ട് അതിന് റേക്കിയിൽ അഫർമേഷൻ എന്ന് പറയും. റേക്കിയാണ് ഇതിനകത്ത്. റേക്കിനെയാണ് ഇപ്പോൾ എല്ലാവരും യൂസ് ചെയ്യണതും. ഭഗവാൻ നമ്മൾ പ്രാർത്ഥിക്കുക. അപ്പോൾ ഉറക്കം വരും മിക്കവർക്കും ആ സമയത്തൊക്കെ. നമ്മുടെ ആവശ്യങ്ങൾ എന്താണോ, ആഗ്രഹങ്ങൾ എന്താണോ, അത് നമ്മൾ കണ്ണാടി നോക്കി പറയുക. കണ്ണാടിയിൽ നോക്കുമ്പോൾ നമ്മുടെ മുഖമല്ലേ കാണുന്നത്, അത് റിഫ്ലക്ഷൻ നമുക്ക് വരുമല്ലോ. അത് കഴിഞ്ഞ് പല്ല് തേച്ച് മുഖം കഴുകിയിട്ട് കുളിക്കാൻ പറ്റി കുളിക്കുക, അല്ലെങ്കിൽ ഒരു ചമ്രം പടിഞ്ഞൊരു മാറ്റൊക്കെ ഇട്ടിരിക്കുക, അല്ലെങ്കിൽ കസേരയും ഇരുന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക. അപ്പോൾ ഉറക്കം വരും മിക്കവർക്കും ആ സമയത്തൊക്കെ. ഇപ്പോൾ പ്രത്യേകിച്ച് ചൂട് കാലമാണ്. അപ്പോൾ ഒരു 36 ഒരു 10-20 പ്രാവശ്യം 20 പ്രാവശ്യം ഇൻഹെയിലും എക്സെയിലും ചെയ്യാം. അതായത് ശ്വാസത്തെ അകത്തേക്ക് വലിച്ച് ഒന്ന് നിർത്തിയിട്ട് പുറത്തേക്ക് വിടുക. അങ്ങനെ കുറച്ച് ധരിക്കുമ്പോൾ നമ്മൾ ഉറക്കമൊക്കെ പോകും, ക്ഷീണം പോകും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇഷ്ടമുള്ള ദേവൻ ആരാണോ, നമ്മുടെ ജാതകപ്രകാരം ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും വിളിച്ചാൽ വിളിപ്പുറത്തൊരു ദേവൻ ഉണ്ടാവും. എല്ലാവർക്കും ഉണ്ട്. ശിവനായിരിക്കാം, ഹനുമാനായിരിക്കാം, ആരെങ്കിലും ആയിരിക്കാം. അപ്പോൾ ആ ദേവനെ നമ്മൾ മനസ്സിൽ കാണാം. മനസ്സിൽ കണ്ടിട്ട് ആ പാദത്തിൽ നമസ്കരിക്കുക, മനസ്സുകൊണ്ട് നമസ്കരിക്കുക. പിന്നെ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഗുരുക്കന്മാർ, നമ്മൾ ഈ പാതയിലേക്ക് എത്തിച്ചല്ലോ, മാതാപിതാക്കൾ ഗുരുക്കന്മാരൊക്കെ ചിന്തിച്ച ശേഷം നമ്മൾ അവിടെ ഇരുന്ന് കുറച്ച് നേരം പ്രാർത്ഥിക്കുക. എന്താണോ നമ്മുടെ ആവശ്യം ആ ആവശ്യം പ്രാർത്ഥിക്കുക. ഇപ്പം എല്ലാ ആവശ്യവും പറയാൻ പറ്റില്ലല്ലോ. എനിക്ക് അവരെ കൊല്ലണം എന്ന് പ്രാർത്ഥിക്കാൻ പാടില്ല, അല്ലെങ്കിൽ അവൻ നശിക്കണം, നമുക്കുടെ കാര്യം. ഇപ്പം ഇന്ന് എനിക്കിപ്പോൾ എനിക്ക് അനുഭവം ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഇന്ന് കുറച്ച് കാര്യങ്ങൾ നടക്കണം, നമുക്ക് ധനം വേണം, ഇത്ര രൂപ നമുക്ക് വേണം എന്ന് നമ്മൾ മനസ്സിൽ കാണുമല്ലോ. അതങ്ങോട്ട് നമ്മൾ മനസ്സിൽ ആ പൈസ കിട്ടുന്നതായിട്ട് അതിന് റേക്കിയിൽ അഫർമേഷൻ എന്ന് പറയും. റേക്കിയാണ് ഇതിനകത്ത്. റേക്കിനെയാണ് ഇപ്പോൾ എല്ലാവരും യൂസ് ചെയ്യണതും അഫർമേഷൻ. അപ്പം നമ്മൾ ആ മനസ്സുകൊണ്ട് അത് നമുക്ക് വരുന്നതായിട്ടും, എവിടെ നിന്ന് വരുന്ന നമ്മൾ ചിന്തിക്കേണ്ട, വരുന്നതായിട്ടും നമ്മളിലേക്ക് എത്തുന്നതായിട്ട് നമ്മൾ മനസ്സുകൊണ്ട് കാണുക. കണ്ടു കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം ഇരുന്ന ശേഷം നന്ദി പറയുക ഭഗവാനോട്. നന്ദി പറഞ്ഞ ശേഷം നമ്മൾ പിന്നെ അത് ചിന്തിക്കരുത്. പിന്നെ നമ്മുടെ ജോലിയിലേക്ക് മുഴുകുക. നമ്മൾ ഏത് രീതിയിലാണ് നമുക്ക് ദൈവം അപ്പം തന്നെ ഭഗവാൻ കാണിച്ചു തരും. എന്തെങ്കിലും മാർഗം കാണിച്ചു തരും അതിനകത്ത്. അത് ലോട്ടറി ടിക്കറ്റ് അടിക്കുന്നത് ഞാൻ പറയണില്ല, വേറെ എന്തൊക്കെ മാർഗ്ഗങ്ങളുണ്ട് നമുക്ക്, അല്ലേ? ഇഷ്ടംപോലെ മാർഗ്ഗങ്ങളുണ്ട്. അപ്പം നമുക്കറിയാം ഒരിക്കലും നമ്മൾ ഐഡിയലായിട്ടിരിക്കുന്നത്. ഇപ്പോൾ സാധാരണ മിക്കവരും ഞാൻ ഹൗസ് വൈഫാണ്, ഞാൻ ഒന്നും ചെയ്യാറില്ല, അതൊക്കെ തെറ്റാണത്. അവർ കാലത്തെ ജോലികളൊക്കെ കഴിഞ്ഞ് അവരെന്തെങ്കിലും ഒന്നുമില്ലെങ്കിൽ പിക്കിൾ ഉണ്ടാക്കി കടകളിൽ കൊടുത്താലും പൈസ, അല്ലെങ്കിൽ ഫ്രണ്ട്സിന് കൊടുക്കാം, ഇല്ലേ? ഇപ്പോൾ ഇഷ്ടംപോലെ സ്ഥലങ്ങൾ, കുടുംബശ്രീ, അത് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അവിടെയൊക്കെ കൊടുത്താലും നമുക്ക് വരുമാനം കിട്ടും. തയ്ക്കാൻ പഠിക്കണം, തയ്ച്ചു കൊടുക്കാം. എന്തെല്ലാം ജോലികളുണ്ട് നമുക്ക്. ഏറ്റവും സിമ്പിളാണ് പിക്കിൾ ഉണ്ടാക്കാനൊക്കെ, അല്ലേ? അങ്ങനെ എന്തെങ്കിലും ജോലി ചെയ്ത് നമ്മൾ ധനം സമ്പാദിക്കണം നല്ല രീതിയിൽ. അപ്പോൾ ഈ പകരം മുഴുവൻ നമുക്ക് ധാരാളം ഉണ്ട്, ആ സമയത്തൊക്കെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ നമ്മളിലേക്കൊരു ഊർജ്ജം വരികയും എനർജറ്റിക് ആവുകയും ചെയ്യും, നെഗറ്റീവൊക്കെ പോകും. അത് ഏറ്റവും നല്ലൊരു ഇതാണ്. പിന്നെ കുളിച്ച് കഴിഞ്ഞ് ചൊല്ലാനുള്ള നാമങ്ങളൊക്കെ ഉണ്ട്. സൗന്ദര്യലഹരി 33-ാമത്തെ അധ്യായം 33-ാമത്തെ വരിയാണത്. സ്മരം യോനിയും സ്റ്റാർട്ടിങ് ഉള്ളത്. അത് 4 വരി കുളിച്ച ഉടനെ തന്നെ നമ്മൾ ജപിക്കുക. അതിപ്പോൾ ഒരു നാണയം കൈ പിടിച്ചിട്ട് 108 പ്രാവശ്യം ജപിക്കാം. ഇപ്പോൾ ഞാൻ 3 പ്രാവശ്യം പറഞ്ഞ എല്ലാവരോടും, പക്ഷേ അത് 3 പ്രാവശ്യം പറ്റുള്ളൂ, ഒരുപാട് നേരം ജപിക്കാൻ പറ്റില്ല. അത് ഇതുപോലെ തന്നെ ഒരാൾ ഇതുപോലെ എന്നോട് ചോദിച്ചു, എനിക്ക് ഒരുപാട് കച്ചവടമൊക്കെ ഉള്ളത്, തടിക്കച്ചവടമൊക്കെ ഉള്ളതാണ്, മലപ്പുറം വശത്ത് കോഴിക്കോട് പത്തുള്ളതാണ്, നിങ്ങളുടെ നാടാണ്. അപ്പോൾ പറഞ്ഞു ഇങ്ങനെ ഇപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ പറഞ്ഞു നാണയം കയ്യിലെടുത്തിട്ട് നിങ്ങൾ 108 പ്രാവശ്യം ജപിച്ചിട്ട് നിങ്ങളുടെ ബോക്സിലിടാൻ പറഞ്ഞു. നല്ല പൈസയായി. സത്യമാണതൊക്കെ. പക്ഷെ വിശ്വാസം വേണം. നമ്മൾ വിശ്വാസത്തോടെ ചെയ്ത് കഴിഞ്ഞാൽ 108 പ്രാവശ്യമൊന്നും വീട്ടമ്മമാർക്ക് ജപിക്കാൻ നേരം ഉണ്ടാവില്ല. 3 പ്രാവശ്യം മതി. അവർ ജപിച്ചുകൊണ്ടിരുന്നാൽ ചിലപ്പോൾ ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ നമുക്ക് വഴക്ക് കിട്ടും, ഇല്ലേ? അപ്പോൾ 3 പ്രാവശ്യം ജപിക്കുക. 3 നല്ലതല്ലേ. 3 എന്ന് പറയുമ്പോൾ ന്യൂമറോളജി അനുസരിച്ച് 3 എന്ന് പറഞ്ഞാൽ വ്യാഴമാണ്. 1 ആദിത്യൻ, 2 ചന്ദ്രൻ, 3 വ്യാഴമാണ്.
അപ്പം നമ്മളിപ്പോൾ വ്യാഴമാണല്ലോ ഇതിൻ്റെ ആള്. അപ്പം നമ്മളത് 3 പ്രാവശ്യം ജപിച്ചിട്ട് നന്നായിട്ട് പ്രാർത്ഥിച്ച് കുബേരലക്ഷ്മിയൊക്കെ വിചാരിച്ച് നമ്മുടെ ഇതിൽ വയ്ക്കുക. വച്ച ശേഷം വെറുതെ ഇരിക്കരുത്, നമ്മൾ എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്യുക. എന്ത് ചെയ്താലും അപ്പോഴൊക്കെ ഭഗവാന് സമർപ്പിച്ചിട്ട് ചെയ്യാവൂ. ഇപ്പം നമ്മളൊരു കറി ഉണ്ടാക്കി അല്ലെങ്കിൽ അച്ചാറുണ്ടാക്കി നല്ലതാണ്, വിൽക്കാൻ പോവുകയാണ്, ഭഗവാനെ ഇതൊക്കെ നന്നായിട്ട് വിറ്റ് തരണേ പ്രാർത്ഥിക്കുക. അപ്പം അതിൻ്റെ ഒരു വിഹിതം ഭഗവാന് നമ്മൾ കൊടുക്കണം. ഒരു എണ്ണയായിട്ടോ വിളക്കായിട്ടോ മാലയായിട്ടോ പുഷ്പാഞ്ജലിയായിട്ടോ എന്തെങ്കിലും കൊടുക്കണം നമ്മൾ വിശ്വസിക്കുന്നിടത്ത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് ടൈപ്പ് എന്ന് പറയും അതിന്, ഒരു ഭഗവാനായിട്ട്. അപ്പം അങ്ങനെ ഇഷ്ടംപോലെ ആൾക്കാർ തിരുപ്പതിക്ക് പൈസ ഇട്ട് വയ്ക്കണില്ലേ, തിരുപ്പതി ചെന്ന കണ്ടുകൂടെ ചാക്കണക്കിന് പൈസ കൊണ്ട് വരുന്നത്. അപ്പം അങ്ങനെ നമ്മൾ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ധനത്തിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഒരിക്കലും ഇല്ലായ്മ പറയരുത്, കടം എന്ന് പറയരുത്. നമുക്കപ്പോൾ ധനം മാർഗ്ഗങ്ങൾ വരും മുമ്പിൽ, മാർഗം വന്ന് നമുക്ക് ചെയ്യാം. നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒന്നും ഭൂമിയിലില്ല, ഇല്ലേ? എന്തുവേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ പെർഫെക്റ്റായിട്ട് നന്നായിട്ട് ചെയ്താൽ വിദ്യാഭ്യാസമൊക്കെ ട്യൂഷൻ എടുക്കാം, പൈസയല്ലേ ഇതൊക്കെ. അപ്പോൾ ഇങ്ങനെ ഓരോ രീതിയിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും വിജയിക്കും, ഉറപ്പാണ്. ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മൾ എൻ്റെ കടം മാറ്റിത്തരണേ എന്ന് പ്രാർത്ഥിക്കരുത് എന്ന് പറയുന്നത്. എന്ത് പ്രാർത്ഥിക്കുന്നു അത് തഥാസ്തു എന്നാണ് പറയുക ഭഗവാൻ. അപ്പോൾ കടം വരും. അപ്പോൾ ഇപ്പോഴും ധനം വരണമെന്ന് പ്രാർത്ഥിക്കാം. ധനം വരണം, എൻ്റെ കാര്യങ്ങളൊക്കെ നടത്തി തരണം ഭഗവാനെ എന്നേ പറയുള്ളൂ. ഇപ്പോൾ പെൺകുട്ടികളുണ്ട്, കല്യാണം പ്രായമായിക്കാം. ഇപ്പോൾ സ്വർണ്ണത്തിന് വില അറിയാമല്ലോ. അപ്പോൾ കല്യാണം കഴിച്ചു സ്വർണ്ണം കൊടുക്കണ്ടേ? അപ്പോൾ ഇനി ആ സമയത്ത് ഓർത്താൽ പറയാം, നമ്മൾ നേരത്തെ ഓർക്കണം. കുട്ടി ഇപ്പം എന്തൊക്കെ കാര്യങ്ങളുണ്ട്, സുകന്യൊക്കെ ഇല്ലേ, അതിന് പൈസ ഇടുക. ഉള്ള പൈസ ഇട്ട് കഴിയുമ്പോൾ കുട്ടിക്ക് 20 വയസ്സാകുമ്പോൾ പൈസ വരും. അപ്പോൾ നമ്മൾ നേരത്തെ മുൻകൂറി നമ്മൾ ചിന്തിക്കണം. നമ്മളെപ്പോഴും ഒരു ഭാഗം മാറ്റി വയ്ക്കണം. 1000 രൂപ കിട്ടിയാൽ മുഴുവൻ 1000 ചിലവാക്കരുത്. അതിനൊരു ഭാഗം നമ്മൾ മാറ്റി വയ്ക്കണം. എങ്കിലേ നമുക്ക് സേവിങ്സ് വേണം, എങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്ത് കിട്ടിയാലും ഭഗവാൻ സമർപ്പിക്കുക. ഡെയിലി പൈസ വരുന്നവരാണ് ഇത് ഭഗവാൻ സമർപ്പിച്ചിട്ട് ഭഗവാനെ പ്രാർത്ഥിച്ചിട്ട് എടുക്കാവൂ. മന്ത്ലി കിട്ടുന്നവരാണ് അങ്ങനെ. ഈ കടുത്ത ദാരിദ്ര്യാവസ്ഥയിൽ നിൽക്കുന്ന ആളുകൾ, അപ്പോൾ അവരുടെ ഈ മൂലാധാരത്തിലുള്ള ബ്ലോക്കാണ് ഇതിൻ്റെ ഒരു പ്രധാന കാരണം. അതെ. അപ്പോൾ അത് ശരിയാണോ? സത്യം, അത് ശരിയാണ്. മൂലാധാരത്തിൽ ബ്ലോക്ക് വരുമ്പോഴാണ് ധനമില്ലാണ്ടാവുക. കാരണം നമ്മളെ ഐഡിയയിലാണ് നമുക്ക് എനിക്കൊന്നുമില്ല, ഞാൻ എനിച്ചിട്ട് എന്താ കാര്യം, എനിക്ക് ധനമൊന്നുമില്ല, ഞാൻ ഇവിടെ കിടന്ന് ഉറങ്ങാൻ പോവുക, അല്ലേ? തെറ്റാണത്. എപ്പോഴും ഇവിടെ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഉറക്കത്തിന് സമയമുണ്ട്. നമുക്ക് സമയം എന്ന് പറഞ്ഞാൽ രാത്രി 9 മണി മുതൽ രാവിലെ 5 മണി വരെ ഉറങ്ങാം. അത് കഴിഞ്ഞ് ഉറങ്ങണമെന്നില്ല. അപ്പം നമ്മൾ ആ ഓരോ കാര്യങ്ങൾ വരുമ്പോഴും, അതായത് ഈ മൂലാധാര ബ്ലോക്ക് വരുമ്പോഴാണ് നമുക്ക് അലസത, മടി, എന്നെ കൊണ്ട് പറ്റില്ല, എനിക്ക് വയ്യ, ആ ജോലി ശരിയാവുമോ, ഇത് ചെയ്ത് ശരിയാവുമോ, അയ്യോ 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 ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ പറയുന്നവർക്ക് എപ്പോഴും താഴത്തേക്ക് കൂടും. ഇവിടെ പറയുന്നില്ലേ, ഇല്ലാത്തവനെടുത്ത് ഉള്ളവനെ കൊടുക്കുക പറഞ്ഞിട്ടില്ല. എന്താ കാരണം? ഉള്ളവെന്ന് പറഞ്ഞാൽ അവൻ പിന്നെ ഉണ്ടാക്കാൻ നോക്കും. ഇല്ലാത്തവനെന്താ, ഇനി എനിക്ക് വയ്യ, അങ്ങനെ ചിന്തിക്കും. അങ്ങനെ നമ്മൾ ചിന്തിക്കുക, അത് എപ്പോഴും പോസിറ്റീവായി തിങ്ക് പോസിറ്റീവ് എന്നാണ് പറയുന്നത്. തിങ്ക് പോസിറ്റീവായി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കും. വർക്ക് ചെയ്യണം തീർച്ചയായിട്ടും. അപ്പോൾ ഈ കനകധാര പോലുള്ള, അതുപോലെ തന്നെ ദുർഗാദേവിയെ ഭജിച്ചാൽ, ഈ കനകധാരയും ഒപ്പം ദുർഗാദേവിയെ കൂടെ ഭജിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇത് വളരെയധികം നമ്മളിലേക്ക് ധനം വരും എന്ന് കേട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. കനകധാര സ്തോത്രം ശങ്കരാചാര്യ ചൊല്ലിയപ്പോൾ ഒരു സ്വർണ്ണത്ത് മന, ഒരു മനയിൽ ദാരിദ്ര്യം വന്നപ്പോൾ അവിടെ ചെന്നപ്പോൾ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു എന്തോ നെല്ലിക്കോട്ട് കൊടുത്തത്. അപ്പോൾ ചൊല്ലി ഉണ്ടാക്കിയെന്നാണ് പറഞ്ഞത്. സത്യമാണത്. പക്ഷേ കനകധാര മാത്രം ചൊല്ലിക്കൊണ്ട് ധനമൊന്നും ഉണ്ടാവില്ല. നമ്മൾ കനകധാര ചൊല്ലാം. വിളക്ക് കത്തിച്ച് വെച്ച്, ചിട്ടകളുണ്ട്, രാവിലെയും വൈകുന്നേരം 5 തിരിയിട്ട് വിളക്ക് കത്തിക്കാം. വിളക്ക് കത്തിച്ച് വെച്ച് അതിൽ കുറച്ച് കിട്ടിയിട്ട് വെള്ളം വയ്ക്കുക. പഞ്ചഭൂതം കൊണ്ട് സൃഷ്ടിച്ചതാണ് നമ്മളെല്ലാവരും, അല്ലേ? അപ്പോൾ വിളക്കിനും സത്വങ്ങളൊക്കെ ഉണ്ട്. അത് കുറേ നേരം പിടിക്കും. വിളക്കിന് പഞ്ചഭൂതങ്ങൾ അംശത്തിൽ അടങ്ങിയതാണ്. അപ്പോൾ വെള്ളം വയ്ക്കണം, ജലം വെച്ച് നമ്മൾ പൂവൊക്കെ വെച്ച് പ്രാർത്ഥിക്കുന്നതിന് ശേഷം നമുക്ക് കനകധാരാ സ്തോത്രം ചൊല്ലാം. ആദ്യമായിട്ട് ചൊല്ലുന്നത് നമഃശിവായ. ആത്മാവൊക്കെ ഉണ്ടായിട്ടില്ലേ കാര്യമുള്ളൂ. നമഃശിവായ എന്ന് പറയുമ്പോൾ ആദിത്യ ഭഗവാനെ സൂചിപ്പിക്കുന്നതാ. നമഃശിവായ ചൊല്ലുക. അത് കഴിഞ്ഞിട്ട് നമഃശിവ നാരായണ ചൊല്ലുക. നമുക്ക് സംരക്ഷണം വേണം. അതിനുശേഷം കനകധാരാ സ്തോത്രം ചൊല്ലാം. ദിവസവും ചൊല്ലിക്കഴിഞ്ഞാൽ അതിൻ്റേതായ അനുഭവം നമുക്കുണ്ടാവും, ധനം ഉണ്ടാവും. ഉറപ്പുള്ള കാര്യം അതൊക്കെ. പിന്നെ പണിയെടുക്കണം, വെറുതെ പറ്റില്ല. സന്ധ്യ സമയത്ത് ജോലിയൊക്കെ ഒതുക്കി വെച്ച് നമ്മൾ ഒരു 10 മിനിറ്റ് കുട്ടികളും എല്ലാവരും ഒരുമിച്ച് നാമം ചൊല്ലുക. ഭയങ്കര പവറായിരിക്കും അവിടെ. കൂട്ടമായിട്ട് ഭഗവാന്റെ നാമം കേൾക്കുന്ന വീടുകളിൽ ഐശ്വര്യം ഉണ്ടായിരിക്കും. ഇപ്പം അതില്ല, പണ്ടുണ്ടായിരുന്നു, അല്ലേ? എല്ലാവരും വൈകുന്നേരം വന്നു, എല്ലാവരും ഇരുന്ന് വിളക്കത്തിച്ച് നാമം ചൊല്ലി. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ അങ്ങനെയായിരുന്നു. നാമം ചൊല്ലി ഭക്ഷണം തരില്ല രാത്രി. അന്ന് ഓൺലൈനും സുഖിയൊന്നുമില്ല, വരുത്താനൊന്നും പറ്റില്ല, വീട്ടിൽ തന്നെ ഉണ്ടാക്കണ കഴിച്ചോളണം. ഇന്നാണെങ്കിൽ കഴിച്ചിരുന്നു വേണ്ട മോനെ, ഒരു കാര്യം ചെയ്ത് നിനക്ക് അമ്മ തന്നില്ലേ, അച്ഛൻ ഇപ്പം പരത്തി തരാം, ഓർഡർ ചെയ്യാം, ഇല്ലേ? ആ രീതി തന്നില്ല. അങ്ങനെയും ചെയ്യരുത്. നമ്മളെല്ലാവരും ഒരുപോലെ ചിന്തിക്കണം. വരുത്തണം മോശം എന്നല്ല ഞാൻ പറഞ്ഞത്. വരുത്തിക്കോട്ടെ, കുഴപ്പമില്ല, അവർക്കും ജോലി വേണ്ടേ?
അവർക്കൊരു വരുമാന മാർഗം. പക്ഷേ നമ്മൾ നാമം ചൊല്ലില്ലെങ്കിൽ ഭക്ഷണം തരില്ല എന്ന് പറഞ്ഞാൽ സ്ട്രിക്റ്റായിട്ട് എടുക്കണം. ഇപ്പോഴത്തെ പിള്ളേർക്ക് അത് പ്രശ്നമല്ല. തീർച്ചയായിട്ടും താൻ ബാധി ദൈവം ബാധി എന്നുള്ളതാണ് ശരി. അതെ, കുട്ടികളെ എപ്പോഴും ദൈവിക രീതിയിൽ വളർത്തണം. എന്ന് വെച്ചാൽ അമിതമായിട്ടുള്ള രീതി പറഞ്ഞ് മനസ്സിലാക്കി ദൈവഭയത്തോട് വളർത്തുന്ന കുട്ടികൾ ഒരിക്കലും ചീത്തയാവില്ല, ഒരിക്കലും ചീത്ത ഇതിലേക്ക് പോവില്ല. അതാണ്.